ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുർക്കിഷ് സ്വീറ്റ് ആയിട്ടുള്ള ബക്ലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ മുമ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. എന്തായാലും നമ്മളെ കയ്യിൽ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് റെഡിയായി വരുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് റെഡിയാക്കി നോക്കിയപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നട്ട്സിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഞാനിന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബട്ടർ ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അടിഭാഗത്തും സൈഡിലും എല്ലാ സൈഡിലും ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ കൊള്ളുന്ന രീതിയിൽ ആ സമൂസ ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിതിലേക്ക് വെച്ചെടുക്കുന്നത്. അപ്പം അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നേരെ വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ഈ ഒരു രീതിക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കുക. പിന്നെ തൊട്ടടുത്ത് വേറൊരു ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബട്ടറാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ തിരിച്ചിട്ട് വേറൊരു ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് മുകളിൽ വരെ നമുക്കിത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്കിതിൻ്റെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതിൽ ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയറും കൂടെ ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ബട്ടർ തൂവി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഓരോ ലെയറായിട്ട് വെക്കുക, അതിന് മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും വെക്കുക. ആ ഒരു രീതിക്ക് വേണം നമ്മൾ മുകളിലെത്തുന്നവരെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു സെൻറ്റർ ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നട്ട്സായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് പിസ്ത, അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വാൾനട്ട് ഉണ്ട്. നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരിക. എന്നിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂവി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് മുകളിൽ വരെ നമുക്കിതുപോലെ സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് 3 ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു പിസ്തൻ്റെ ഈ ഒരു നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കുക, പിന്നെയും വീണ്ടും ഇത് വെച്ചിട്ട് അങ്ങനെ മുകളിൽ വരെ ഞാനൊരു 3 ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പാത്രം ഫില്ലാവുന്ന രീതിയിൽ മുകളിലെത്തുന്നവരെ നമുക്ക് ഇങ്ങനെ ഷീറ്റ് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ബട്ടർ വെച്ച് കൊടുത്ത് ഈ ഒരു രീതിക്ക് നമുക്ക് മുകളിൽ വരെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം മുകൾ ഭാഗത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കൊക്കെ കുറച്ച് ഭാഗം ഇതുപോലെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. കാരണം അത് ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അടങ്ങി നിന്നോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഉള്ളത് മുകൾ ഭാഗത്തേക്കുള്ളതായി ഇതുപോലൊരു കത്രിക വെച്ചിട്ട് അതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. പിന്നെ ബേക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് ഒറ്റ ഷീറ്റായിട്ടല്ലല്ലോ ഉള്ളത്. ഇത് ഒരുപാട് ഷീറ്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് റെഡിയാക്കി എടുത്താണല്ലോ. പക്ഷേ ബട്ടർ ഒഴിച്ച് കൊടുത്തോണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികமான ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറുതായിട്ട് നമുക്ക് ഷീറ്റ് ഇങ്ങനെ ഇളകി പോകുന്ന രീതിയിലൊന്നായി ആവും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ നമ്മൾ ഇതൊന്ന് കട്ടാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ക്രോസ് ആയിട്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ ബട്ടർ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കുക. ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ആണ് കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരെ ബട്ടറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചും അതുപോലെ തന്നെ
എത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ബട്ടറിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിൽക്കണം. അത്രയും ബട്ടർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നേരെ എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതൊന്ന് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിട്ടൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമ്മുടെ ഷുഗർ സിറപ്പ് സെറ്റായി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബക്ലാവ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് തന്നെ ഭയങ്കര ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചതിൻ്റെ ബാക്കി നട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ എടുത്ത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല, റെഡി ആവുമെന്ന് പോലും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് പറയുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമൂസ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെറിയ പാത്രത്തിൽ ചെയ്തെടുത്തത് ഞാൻ എയർ ഫ്രയറിൽ കൊള്ളുന്ന ഒരു പാത്രം വേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനൊക്കെ ഉണ്ടെങ്കിൽ വലിയ ട്രേയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അതാവുമ്പം സമൂസ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ തന്നെ വെച്ച് കൊടുക്കാം, നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിൽ കാണിക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ക്രിസ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നട്ട്സും ഒരു ഷുഗർ സിറപ്പും എല്ലാം കൂടെ ഇട്ടപ്പോൾ അടിപൊളി ടേസ്റ്റായി. ഇനി ഇത് നേരെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, അതിൻ്റെ 3 ലെയറായിട്ട് നമ്മൾ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ആ ഒരു നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.